ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കണിയൊക്കെ കണ്ടിട്ട് പടക്കൊക്കെ പൊട്ടിച്ചതിന് ശേഷം പിന്നെ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. കണ്ണൻ്റെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു ഇന്നത്തെ. അതിൻ്റെ ഇടയിൽ കൈനീട്ടം കൊടുക്കലും ഒക്കെ ഉള്ളത് കാരണം ഞങ്ങൾക്ക് കുറേ പാർട്സ് ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ കുറച്ച് റീൽസ് ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു. ഇതെന്താ എവിടെ പോകുമ്പോൾ ഉണ്ണിക്കപ്പാനി കയറി പിടിച്ചെടുക്കുന്നത്? അതുകൊണ്ട് ഇറങ്ങിക്കോ, ഒരറ്റത്തുനിന്ന് മറ്റേ വരെ പിടിച്ചോ. ഞങ്ങള് വീഡിയോ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ കണ്ടൊന്നുമില്ല. രാവിലെ എണീറ്റു, വിഷുക്കണി കണ്ടു. ഞങ്ങൾ ഇന്നലെ വിഷു ഒരുക്കിയതൊന്നും കണി ഒരുക്കിയതൊന്നും ഞങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം. പക്ഷെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വിഷുവാണ്. അപ്പോൾ ഞങ്ങളിതിൽ ചെയ്യാൻ പോകുന്നത് ഞങ്ങളെടുത്ത കുറച്ച് ക്ലിപ്സുകൾ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറ്റുന്ന രീതി, അത്ര ലെങ്തി ഒന്നല്ല, ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഫാമിലിയോട് കൂടി വിഷു ആഘോഷിക്കുക. സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പെറ്റ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അന്ന് അവരെയും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി. അയ്യോ, ഇവനാണ് നമ്മളെ പാണ്ടൻ. ഒരു രക്ഷയില്ല. എങ്ങനെ ഇരിക്കണ ഇരിപ്പ് നോക്കണ്ട കേട്ടോ. നിലത്ത് ഇറങ്ങി വിട്ട് കഴിഞ്ഞാൽ അതെ, അതായത് ഇങ്ങനെ ഇരിക്കുന്ന നോക്കുക വേണ്ട. നിലത്തിറക്കി വിട്ട് കഴിഞ്ഞാൽ അവൻ്റെ തനി സ്വഭാവം നമുക്ക് മനസ്സിലാവും. ഡ്രസ്സ് പിടിച്ച് വലിക്കുക, കീറുക. അവൻ ഏത് നേരം അവൻ ആരെങ്കിലും കളിക്കാൻ വേണം. ഏത് നേരം കടിയോട് കടിക്കുക. ഏത് നേരം എന്നാൽ നമ്മളെ വേദനിപ്പിക്കുന്ന കടിയല്ല, എന്നാൽ അവൻ ഏതിനും അങ്ങനെയാണ് അവൻ്റെ കളി. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ ഇവൻ്റെ കുറച്ച് എന്താ പറയുക ഓട്ടം ചാട്ടം. അത് മാത്രമല്ല, ഇവനെ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഇപ്പോൾ ഒരു മാസത്തോളമായി. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു 3-4 കിലോമീറ്റർ അപ്പുറം ഒരു അമ്പലമുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് നമുക്ക് കിട്ടിയതാണ്. കാരണം ഒരു വണ്ടിയുടെ അടിയിൽ പോകേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ആരോ ഈ പറഞ്ഞ പോലെ കണ്ണ് തുറക്കണ മുമ്പ് തന്നെ റോട്ടിൽ കൊണ്ട് കളഞ്ഞതാണ്. അപ്പോൾ അവരൊക്കെ ഞങ്ങൾ അവിടെ പോയി നോക്കുന്ന സമയത്ത് 6 നായ്ക്കുട്ടികളുണ്ടായിരുന്നു. ഒരു 3 എണ്ണത്തിന് എന്തോ എന്താ പറയുക ഉപദ്രവിച്ച പകുതി ശരീരമായിട്ട് അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 3 എണ്ണത്തിൽ ഒന്നിനെ ഞാൻ എടുത്തു, പിന്നത്തെ 2 എണ്ണത്തിന് വേറെ 2 ആളുകൾ കൊണ്ടുപോയി. ഞങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പോയിട്ട്. പക്ഷേ പിന്നീട് കിട്ടിയില്ല. പക്ഷേ കൊണ്ടുവന്ന സമയത്ത് ഇവൻ്റെ എങ്ങനെയാണ് ഉണ്ടായിരുന്നുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നു കേട്ടോ. പാവമായിരുന്നു. അതും എരിവ് എത്ര ഉണ്ടായിരുന്നു? ഒരു വിരലിന് എത്ര ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അത്രയും ചെറുതായിരുന്നു. അതെ അതെ. അപ്പം ഞാൻ എന്തായാലും അവൻ്റെ കളികൾ എന്താ എന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. ഇവൻ്റെ ഒരു പ്രത്യേക കളി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇരുന്ന് ചേർച്ചോ ഞങ്ങളുടെ വീഡിയോയിൽ വോയിസിൻ്റെ പ്രശ്നമുണ്ട് എന്നുള്ളത് കുറേ പേര് കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ മൈക്കൊന്നും യൂസ് ചെയ്യാത്ത കാരണമാണ്. ഇനി ഞങ്ങളതൊക്കെ ശ്രദ്ധിച്ചിട്ട് വീഡിയോ ഇടാം. ഇങ്ങനെ ആരെങ്കിലും കാട്ടണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതല്ല, ഇതിലും സ്പീഡിലാവാൻ കറങ്ങൂലേ. ഇങ്ങനെ തിരിഞ്ഞ് അവൻ അപ്സൈഡ് ഡൗൺ ആയിട്ട് ഇരിക്കും. അങ്ങോട്ട് തിരിയാൻ മുതൽ കണ്ടോ, അവൻ തന്നെ തിരിഞ്ഞ് വന്നതാണിത്. കുട്ടികളുള്ള ടൈമിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല. അവർക്ക് ഈ പല്ലിന് ഒരു ഓരം വരുന്ന സമയത്ത് ചെയ്യുന്ന. പക്ഷെ നമുക്ക് എന്താ പറയുക, ഒരിക്കലും ഇങ്ങനെയുള്ളതൊന്നും നമ്മളെ ഇത് ചെയ്യില്ല, ചതിക്കില്ല. ഇപ്പം ഇവിടെ വീട്ടിലാണെങ്കിൽ അച്ഛനായിട്ടും അമ്മയായിട്ടും ഞാനായിട്ടും ഒക്കെ ഇവന് നല്ല ഇതാണ്, ക്ലോസാണ്. പക്ഷേ ഇവളായിട്ട് കുറച്ചും കൂടി കാരണം സ്നേഹം നേരം ഈ പറഞ്ഞ പോലെ ഇവനോട് കളിക്കുന്നതും കാര്യം ചെയ്യുന്നതൊക്കെ ഇവളും ഞാനും കൂടി തന്നെയാണ്. കണ്ടോ, അവൻ എന്ത് കണ്ടാലും അവനത് വേണം. അവനിപ്പോൾ കയ്യിലിരിക്കുന്ന ഫോൺ വേണം, അതിനാണ് ഈ കണ്ട് കളിയിരിക്കുന്നത്. വാങ്ങിയിട്ടുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവരെ വാങ്ങുമ്പോൾ നമ്മൾ എത്ര പേഴ്സാണ് വാങ്ങിയത്? 4 അല്ലേ? അല്ല, 3 വാങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എവിടെ പോയപ്പോൾ ഒരു പെയർ ഗുരുവായൂർ, അതെ, ഒരു പെയർ കൂടെ വാങ്ങി. അങ്ങനെ 4 പെയറാണ് നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത്. ഫിഞ്ചസ്. അതെ, അത് എപ്പോഴാണ് നമ്മൾ വാങ്ങിയിട്ട്? നമ്മൾ വാങ്ങിയത് ഒക്ടോബർ നവംബർ ആ ടൈമിലോ വാങ്ങി. നവംബർ ലാസ്റ്റ് ആ ടൈമിലാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം പോയി കാണാം, അതിൽ ഉണ്ട്. ഇപ്പോൾ നവംബറിൽ ഞങ്ങളിപ്പോൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഏപ്രിലായി. ഏപ്രിൽ മന്ത് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ എത്ര മെമ്പേഴ്സായി? അതിലിപ്പോൾ ബേബി ചിക്സ് മാത്രം എത്ര ഉണ്ട്? 11 പറ്റില്ലേ? അതെ. പിന്നെ അതുപോലെ പാരൻസ് ആയിട്ട് അവർ 4 പേരുണ്ട്. എനിക്ക് തോന്നുന്നു മൊത്തം ഒരു 18 ഉണ്ട്. അതിന് ഞങ്ങൾ പറ്റിക്കഴിഞ്ഞ ചിക്സിനെ ചെറുതിനെ നമ്മൾ കയ്യിലെടുത്ത് കാണിച്ചു തരാം. നമുക്ക് കുറച്ച് പരിമിതികളുണ്ട്, കാരണം അവരിപ്പോൾ നെസ്റ്റ് ഔട്ട് ആയിട്ടുള്ളൂ. അതിൽ ഒരെണ്ണം മാത്രം കുറച്ച് മുന്നേ ആയത് കാരണം ഞങ്ങളൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവനെ വെച്ച് അല്ലെങ്കിൽ അവനാണോ അവളാണോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല അല്ലേ? അതെ, പക്ഷെ കണ്ടിട്ട് അതാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ നമുക്ക് പിന്നെ ഞങ്ങൾ ഈ കൂട് സെറ്റ് ചെയ്തത് ഈ പറഞ്ഞ വീടിൻ്റെ ബാക്ക് സ്പേസിൽ ഉപയോഗിക്കാത്തൊരു സ്ഥലമുണ്ട്, അവിടെ ചെയ്തിരിക്കുന്നത്.
ആക്ച്വലി ഇതിൽ നമ്മൾ വലിയൊരു കൂടാണ് നമ്മുടെ മനസ്സിലാദ്യം ആദ്യം വളരെ ചെറിയ കൂടായിരുന്നു, പിന്നെ നമ്മൾ വലുതാക്കി. ഇതിപ്പോൾ അത്യാവശ്യം എനിക്കൊണ്ട് 3 അടി നീളം ഉണ്ട് ഇപ്പോൾ ഈ കൂട് നീളം. അപ്പോൾ കൂടിൻ്റെ കാര്യം ഞങ്ങൾ ആദ്യം ഒരു വളരെ ചെറിയ കൂടായിരുന്നു, അതായത് ഇവിടെ ഒരു 3 പേരൊക്കെ നമുക്ക് ഇടാം. അങ്ങനെ ഫിഞ്ചസ് അറിയാം ഫ്ലൈ ചെയ്യുന്ന ബേർഡ്സ് അല്ല എന്നാണ് ഞാൻ അറിഞ്ഞിരുന്നത് ആ ഒരു ടൈമിൽ വാങ്ങുന്ന സമയത്ത്. അതിനകത്ത് 3 പേര് വാങ്ങി. പിന്നീട് ഞങ്ങൾ കൂട് കുറച്ചും കൂടി വലുതാക്കി. ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അത്ര വലുപ്പം തോന്നില്ല, പക്ഷേ നേരിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇതിലൊരു 10 പേര് 12 പേർക്കുള്ള എന്തായാലും കൊള്ളും. പിന്നെ അങ്ങനെ മാറ്റി. പക്ഷേ ഇപ്പം ഞങ്ങൾ ഈ കൂടെ ഒന്നുകൂടി വലുതാക്കണമെന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ ഇപ്പം ഞാനും ഇവിടെ ജോലി സംബന്ധമായിട്ട് പോയി വരുവാണിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് വീട്ടിലാണ് ഇവർ സേഫ് തോന്നുന്നത്, കാരണം നമ്മളിവരെ മാറ്റുന്നില്ല, ഇവരുടെ കണക്ഷനാണ് ഇവരെ നമുക്ക് നോക്കുന്നുണ്ട്. പിന്നെ ഇനി എപ്പോഴെങ്കിലും കൊണ്ടുപോകാൻ തോന്നുകയാണെങ്കിൽ കൊണ്ടുപോകാം. അങ്ങനെ ഒരു പ്ലാനിലാണ് നമ്മൾ തൽക്കാലം ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കൊണ്ടുപോകാനുള്ള പ്ലാനാണെങ്കിൽ നമ്മൾ വലിയ വീട്ടിലൊക്കെ ഇനിയിപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല പറ്റുവാണെങ്കിൽ ഒരു 1-2 ചിക്സ് നമുക്ക് കയ്യിൽ നോക്കാം, അല്ലെങ്കിൽ കിട്ടും അല്ലേ? റെഡൊക്കെ ഉള്ളത് അത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ചെറിയ കുഞ്ഞിനുണ്ട്. ഇവൻ ബംഗാൾ ഫിഞ്ചസ് എന്നാണ് ഇവരുടെ ബ്രീഡിൻ്റെ പേര്. അപ്പോൾ പുറമേ വെക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ ഇവൻ ചെറുതായിട്ട് പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫുൾ ഫോമിലായിട്ടില്ല. അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് വൈകാരിക്ക് കാണിച്ചു തരാൻ വേണ്ടി ഡീറ്റെയിൽസ്. ഏറ്റവും ചെറുത് നമ്മുടെ ഉള്ളത് ഇവർ മൊത്തത്തിൽ വിരിഞ്ഞപ്പോൾ 4 പേരുണ്ടായിരുന്നു. അതിൽ 3 ആളെ നമുക്ക് കിട്ടി. ഒരാൾ ഇതായിപ്പോയി പറക്കണുണ്ടോ. വീട്ടിൻ്റെ ഉള്ളിലായ കാരണം നമുക്ക് കുഴപ്പമില്ല, പക്ഷെ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ട് അങ്ങനെ വരാറില്ല ഇവരെ പൊതുവെ. പിന്നെ ഇവരുടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ ഇവരുടെ പാരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറാണ്. കാരണം എന്താ വെച്ചാൽ ഇവരുടെ പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുണ്ടാകുന്ന ചിക്സിനും ഇപ്പോൾ ഫീഡ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പൊതുവെ എനിക്കൊരു വൈറ്റ് ഫിഞ്ചസ് അത്ര പോരാ. കാരണം എന്താ വെച്ചാൽ ഞാൻ കണ്ടിരുന്ന അതിലൊരു എഗ്ഗിയും 4-5 മുട്ടയിടും. എന്നിട്ട് പിന്നെ ഒരാഴ്ചയൊക്കെ അതിൻ്റെ മുകളിൽ ഇരുന്നതിന് ശേഷം പിന്നെ വീണ്ടും അവിടുന്ന് മാറിപ്പോളം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരെ പിടിക്കാം. റെഡ് ഐ ആണ്, അതായത് വൈറ്റും അല്ലേ, കുറച്ച് റെഡ് കളറായിട്ടൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫിഞ്ചസിൻ്റെ ഏറ്റവും. ഇനിയും നെക്സ്റ്റ് ഔട്ട് ആവാനുണ്ട് ഈ പറഞ്ഞ പോലെ, എന്നാലും നമുക്ക് നോക്കാം. പിന്നെ ഇവരുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ വരുന്നത് അതെ, നമ്മളിവർക്ക് കൊടുക്കുന്നത് തേന തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ വെള്ളം നമ്മളെല്ലാം 2 മണിക്കൂർ കൊടുക്കുമ്പോൾ മാറ്റും. പിന്നെ ഫുഡാണെങ്കിൽ നമ്മൾ ഡെയിലി മാറ്റുന്നത്. ഓ, ഡെയിലി മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇവനെ അല്ലെങ്കിൽ ഇവളെ ഞാൻ കൊണ്ടുപോയി ഇവരുടെ അച്ഛനെ അമ്മടുത്താക്കാണ്. കാരണം നമ്മൾ കൂടുതൽ അവരെ സ്ട്രെയിൻ ചെയ്യിപ്പിക്കുന്നില്ല. ഇപ്പം നെക്സ്റ്റ് ഔട്ട് ആയിട്ടുള്ളൂ. ഇനിയും ബാക്കിയാണ് ചിക്സ് ഇരിപ്പുണ്ട്. പക്ഷേ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഏറ്റവും ചെറുതിനെടുത്തോണ്ട്, പക്ഷേ ഇതിന് അത്യാവശ്യം പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവനെ കൊണ്ടാക്കട്ടെ. പിന്നെ അതുപോലെ ഒരാളെയും കൂടി കാണിച്ചു തരാറുണ്ട്. അപ്പോൾ ഇനി ഒരാളെയും കൂടി പരിചയപ്പെടുത്താണ്ട്, പക്ഷേ അവനെ നമ്മുടെ വീഡിയോയിലൊക്കെ കൊണ്ടുവരില്ല. കാരണം നമുക്ക് റെസ്റ്റ് എടുക്കണം. അവനാണ് ഇവരുടെ കാരണം. അവനെ ജിമ്മിൽ നിന്ന് വിളിക്കുക. അവൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ അവൻ്റെ പഴയ വീഡിയോസ് കാര്യമെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലുണ്ട്. കാരണം വെച്ചാൽ അവൻ അത്യാവശ്യം റീച്ച് ആയിട്ടുണ്ട്. 13 വയസ്സുള്ള ജർമ്മൻ ഷെപ്പേർഡാണ് പോയത്. അപ്പോൾ പ്രായത്തിൻ്റെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവന് പ്രോപ്പർ നമ്മളെല്ലാ ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീക്കും നമ്മൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യങ്ങൾ ചെയ്ത് അവൻ്റെ മെഡിക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുപ്പിക്കണം. അവരെ കൂടുതൽ നമ്മൾ സ്ട്രെസ് ചെയ്യിക്കുന്നില്ല. അവൻ ഇപ്പോൾ ഉറക്കത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഈ ഇഷ്യൂ ടൈമായ കാരണം ഈ പറക്കങ്ങൾ കാര്യങ്ങൾ പൊട്ടുമ്പോൾ ഇവന് ചെറുപ്പം തൊട്ട് നല്ല പേടിയിരുന്നു. അപ്പോൾ ഇന്നലെ എന്ന് പറയുന്ന സമയത്ത് കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരുന്നു അവനപ്പോൾ. ഇപ്പോൾ കുറച്ച് ശാന്തമായിരുന്നു. ഇപ്പോൾ ഉറങ്ങാൻ പറഞ്ഞിട്ട് എന്തായാലും അവനെ കാണിക്കുന്നില്ല ഞാൻ, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. പിന്നെ ഇനിയും കുറച്ചും കൂടി പെറ്റ്സിനൊക്കെ വാങ്ങണം പറയാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വഴിയെ കാണിക്കാം. അതെ. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ പരമാവധി പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ നല്ല ചൂടുള്ള ടൈമാണ്. നിങ്ങൾക്ക് ഇതൊന്നും നമ്മളൊരിക്കലും ഒരു അഡ്വൈസ് ഇതിൽ പറയല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ പുറമേയൊക്കെ ഈ നടക്കുന്ന ഈ ഡോഗ്സിനാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മാക്സിമം ഈ പറഞ്ഞ പോലെ വെള്ളം കാര്യങ്ങളൊന്നും വെക്കാമെന്നൊക്കെ ശ്രമിക്കുക. കാരണം മനുഷ്യന്മാരാണെങ്കിൽ പറയുകയും ചെയ്യും. ഇവർ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ഡ്രെയിനേജിൽ നിന്നും ചാലെന്നൊക്കെ വെള്ളം എടുത്ത് കുടിക്കലും കാര്യങ്ങളൊക്കെ. അതുപോലെ പക്ഷികളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഒരു പോർഷൻസിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൽ ചെറിയ പാത്രത്തിലൊക്കെ വെള്ളം നിറച്ച് വെച്ചാൽ അവർക്ക് ഒന്ന് കുടിക്കാം. ഇവള് ഈ വീട്ടിലേക്ക് വരണ മുമ്പ് ഇവൾക്ക് ഡോഗ്സിനെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്നേക്കാൾ നല്ല രീതിയിൽ ഇവള് നോക്കും നായ്ക്കുട്ടികളൊക്കെ. അതെന്താ വെച്ചാൽ അവർക്ക് ആ ഒരു ചെറുപ്പത്തിൽ നമുക്ക് മനസ്സിലേക്ക് കയറുന്ന പേടിയാണ്. പിന്നെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഡിഫറൻസ് ഇപ്പോൾ അവൾ നല്ല രീതിയിലുണ്ട്. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ള
കണ്ടൻസ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു കണ്ടന്റ് അല്ല, ഞങ്ങളുടെ ഒരു സന്തോഷം. പിന്നെ ഞാൻ പൊതുവെ ചെറുപ്പം തൊട്ടിട്ട് തന്നെ പറഞ്ഞ പോലെ എനിക്ക് പെറ്റ്സിനോടും കഥകളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യം കുറെ കോഴികളോടൊക്കെ താല്പര്യമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പക്ഷികൾ, ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പോഴും അതായിട്ടോ, കണ്ണേട്ടൻ അവർക്ക് കൊടുക്കുന്ന കെയറിങ്ങും ഇതും ഒന്നും ഞാൻ മറ്റാരിലും കണ്ടിട്ടില്ല. ഞാൻ പേഴ്സണലി പറയുന്നതാണ്, ഉണ്ടാവാം, പക്ഷെ ഞാൻ പേഴ്സണലി എവിടെയും കണ്ടിട്ടില്ല. കണ്ണേട്ടൻ അത്രയും ചെയ്യുന്ന, കണ്ണേട്ടനും വീട്ടുകാരും ചെയ്യുന്ന അത്ര ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഞങ്ങൾ ഈ വീഡിയോ ഇത് എന്നാ പോസ്റ്റ് ചെയ്യാൻ നമുക്കറിയില്ല, എന്തായാലും 1-2 ദിവസത്തിനുള്ളിൽ ചെയ്യും. കാരണം അതിനു മുമ്പ് ഞങ്ങൾക്കൊരു വിഷുവിൻ്റെ ചെറിയ 1-2 ക്ലിപ്സും കൂടി ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ വേറൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.